ഗൈസ് അപ്പൊ ഞാൻ വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ പ്രാങ്ക് ചെയ്യാൻ പോകാനാട്ടെ ഗൈസ്. എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് ഞാൻ ഇല്ലാത്തത് പറയാൻ പറ്റില്ല, സത്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞ അമ്മയുടെ റിയാക്ഷൻ എന്താ നോക്കാം ഗൈസ്. അമ്മോട് ഞാനൊരു വീഡിയോ എടുക്കാനാ വേണ്ടി നല്ല വേഷമൊക്കെ ഇട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മോട് വീഡിയോ എന്താ പറഞ്ഞിട്ടില്ല, വ്ളോഗ് എടുക്കാനാ പറഞ്ഞിട്ട് റെഡി ആക്കി അമ്മേനോട് നിർത്തിയിട്ടുണ്ട്, ഒരു മേക്കൊക്കെ വെച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അമ്മയുടെ റിയാക്ഷൻ നോക്കാം. ഹായ് ഗായ്സ്, അപ്പൊ ഞാൻ വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാനാണ് കേട്ടോ. അതാണ് എന്റെ അമ്മ. അപ്പൊ എന്റെ ഒരു ഡേ തുടങ്ങണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു 5 മണി, രാവിലെ 5 മണിക്കാണ് ഞാൻ എണീക്കും ഗായ്സ്. എണീറ്റുടനെ തന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കും. അതൊക്കെ ഒരു നിർബന്ധമുള്ള കാര്യമുണ്ടോ ഗായ്സ്, എന്തില്ലെങ്കിലും തലയിൽ എണ്ണ തേച്ച് കുളിക്കുക രാവിലെ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇവിടെ പൂജാമുറി ഉണ്ട് ഗൈസ്, അവിടെ പോയി 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് കുറി ഇട്ടിട്ടാണ് ഗൈസ് ഞാൻ അടുക്കളയിൽ കയറാറ്. ഞാൻ മാത്രമാണ് ഈ ഒരു 5 മണി നേരത്തെ എണീക്കുള്ളൂ. ഇവരൊക്കെ ഉറങ്ങിയായിരിക്കും ഗൈസ്. അപ്പൊ അടുക്കളയിലെ അടുക്കളയിലെ എല്ലാ പണിയും ഗൈസ് ഞാനാണ് ചെയ്യണത്. അപ്പം എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ഉറങ്ങും. ആ നേരം ഞാൻ പോയിട്ട് ഇവിടെ എല്ലാവർക്കും ഓരോ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വേണ്ടത്. ഒരാൾക്ക് ചപ്പാത്തി ആണെങ്കിൽ ഒരാൾക്ക് പത്തിരി, ഇഡ്ഡലി, സാമ്പാർ, അങ്ങനെ വെറൈറ്റി ഉണ്ട്. ഇപ്പൊ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പൊ പത്തിരി, ചിക്കൻ, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഒരു 4:30 എണീക്കും ഗൈസ്. എന്നിട്ട് പിന്നെ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് അത് അടുപ്പത്ത് വെച്ച് കാര്യം പറയുമ്പോ എല്ലാവരും അങ്ങനെ പറയും ഗൈസ്. അത് നിങ്ങൾ വിശ്വസിക്കരുത്, കാരണം ഞാൻ സത്യം പറയുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതിനുശേഷം അത് എന്താ ബോയിലായി വരുന്ന ടൈം, ബോയിലല്ല വേവണം, എന്തൊക്കെ ആവണ ടൈം കൊണ്ട് ഞാൻ പോയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കും. പട്ടിയുണ്ട് ഇവിടെ, പൂച്ചയുണ്ട് ഗൈസ്. പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ഞാൻ ഇവിടെ 5 മണി 6:30 തന്നെ ഞാൻ ഫുഡ് കൊടുക്കും ഗൈസ്. പട്ടിക്കും പൂച്ചയ്ക്ക് അവര് വിശന്നിരിക്കാൻ പാടില്ലല്ലോ, അവർക്ക് ഫുഡ് കൊടുക്കാൻ നമ്മളല്ലേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കും. അതിനുശേഷം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ടേബിളും ഇതൊക്കെ കൊടുന്ന് വെക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും എണീറ്റ് വരുന്നത് ഗൈസ്. അവര് പല്ല് വെച്ച് എണീറ്റ് വരുന്ന സമയം. അപ്പൊക്ക് ഞാൻ ഇതിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കും. ഓരോരുത്തരുടെ ഇഷ്ടം എനിക്ക് അറിയാമല്ലോ, കാരണം ഞാനും ഇവിടെ എന്നും പണിയെടുക്കണത്. അതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം എനിക്ക് അറിയാം. ഞാൻ ഓരോ പ്ലേറ്റിൽ മുഴുവൻ ഇങ്ങനെ വിളമ്പി കൊടുക്കും. അതിന് ശേഷം ഇവര് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവർ കിടക്കാൻ പോകും ഗൈസ്. ഇവർക്ക് എപ്പോഴും കിടക്കലാണ്. ഞാനാണ് ഇവിടെ ഫുൾ പണി ചെയ്യാൻ. അടുക്കല്, തുടക്കല്, തുണി തിരുമ്പല് എല്ലാം ഞാനാണ് ഗൈസ്. അമ്മയ്ക്ക് വയസ്സായതല്ലേ, അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. പിന്നെ ചേച്ചി ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവളുടെ തുണിയൊക്കെ ഞാൻ തന്നെയാണ് തിരുമ്പല്. തിരുമ്പി എന്റെ കൈയൊക്കെ മുറിഞ്ഞു. ഇവരൊക്കെ പണിയെടുപ്പിക്കുന്നത് വായിക്കാനോ വിചാരിക്കും. പക്ഷെ ഗായ്സ് എന്റെ കൈക്ക് മുറിഞ്ഞത് കണ്ടോ, ഈ മുറി വെച്ചിട്ട് ഞാൻ പണിയെടുക്കുന്നത് ഗായ്സ്. പാവത്തിന്റെ നഖം കണ്ടോ, കണ്ടു പറഞ്ഞ നഖം മുഴുവൻ ഇങ്ങനെ വളർന്നു വന്നു. നഖം ശ്രദ്ധിക്കുന്ന ഗൈസ്. നഖം നമ്മുടെ ക്യൂട്ടക്സ് ഒക്കെ പോയി, നെയിൽ പോളിഷ് ഒക്കെ പോയിട്ട് ഗൈസ് ചുണ്ട് ബുദ്ധിമുട്ടിന് അത്ര പണി. പാത്രം കഴുകി മിഞ്ഞാന്നിട്ട മൈലാഞ്ചി അടക്കം ഫെയ്ഡായി പോയി ഗൈസ്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചത്തെ ഞാൻ പണിയിലായിരിക്കും. തുണി തിരുമ്പല്ല. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും തുണി ഞാനാണ് കഴുകുക. അതിനുശേഷം വന്നിട്ട് ഉച്ചക്ക് ചോറ് വെക്കാൻ, രാവിലെ വെച്ച കറിയൊന്നും ഇവര് ഉച്ചക്ക് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ രാത്രി ഉച്ചക്ക് വീണ്ടും കറി വെക്കും. കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വീണ്ടും കഴിക്കണം. വെക്കാൻ കൊള്ളൂല. കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അസൂയ കൊണ്ട് പറയും. പക്ഷെ എന്റെ കറികൾക്ക് എന്റെ സാധനങ്ങൾക്ക് എത്ര ഫാൻസ് ആണെന്ന് അറിയും. അതിനുശേഷം ഞാന് വന്നിട്ട് അവർക്ക് ഉച്ചക്ക് ഫുഡ് കാണുമ്പോൾ എടുക്കും. ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഇവര് ഉറങ്ങാൻ പോകും. എനിക്ക് ഇത്രയും നേരം ഞാൻ പണിയിലായിരുന്നു. ഇവർക്ക് ഉച്ചക്ക് ഇവര് ഉറങ്ങണ 2:00 ഉള്ളിലാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത്. ആ നേരം കൊണ്ടാണ് ഞാൻ ഗൈസ് സാരി കൊടുത്ത് റീൽസ് ഒക്കെ ഇടാറുള്ളത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യാറ്. അതിനുശേഷം പിന്നെന്താ, 4 മണിക്ക് ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും. ഒരാൾക്ക് ചായ ആണെങ്കിൽ ഒരാൾക്ക് കാപ്പിയാണ് വേണ്ടത്. അപ്പൊ 2 പേർക്കും ചായ, കാപ്പി ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ 4 മണിക്ക് കഴിക്കാനായിട്ട് പലഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി കുട്ടൂര് കൊടുക്കും. എല്ലാവർക്കും വീട്ടില് ചെറുതൊട്ട് വലുത് ചെറുത് വരല്ല, എല്ലാവർക്കും ഞാനാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സത്യം ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറുത്. ഞാനല്ല, കുട്ടി കഴിഞ്ഞ ഏറ്റവും ചെറുത് ഞാനാണ്. പക്ഷെ ഞാനത് എല്ലാ പണികളും ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്താ പാത്രം കഴുകും, അടിച്ച് ഞാൻ വീട് 2 നേരം തുടക്കി. രാവിലെയും തുടക്കി, വൈകുന്നേരം തുടക്കി. ഞാൻ
ഡസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഡസ്റ്റ് അലർജിയാണ് ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് രാവിലെ നമുക്ക് വേദന തുടക്കും. ഇവിടെ ബാക്കിലൊക്കെ ഒരു വൃത്തിവെടുപ്പില്ലെങ്കിലും ഞാൻ തുടക്കും. കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ചുങ്ങിയിരിക്കാൻ വയ്യ, തുമ്മിച്ചാവാൻ വയ്യ. അതുകൊണ്ട് ഞാനിതെല്ലാം വൃത്തിയാക്കും. അതിന് ശേഷം പിന്നെന്താ കടയിൽ വാങ്ങാൻ ഈ പച്ചരി, മുളക്, ഉപ്പ്, കടുക്, മുട്ട ഇങ്ങനെ എല്ലാ സാധനങ്ങളും വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവിടെ കടയിൽ പോകാനായിട്ട്. അപ്പൊ ഞാൻ കടയിൽ പോവും. കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്ത് ആവശ്യത്തിനാണെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ തിരിച്ച് വീട്ടിൽ കയറും ഗൈസ്. പിന്നെന്താ അത് കഴിഞ്ഞിട്ട് വന്ന് ഇവർക്ക് വീണ്ടും ഫുഡ് ഉണ്ടാക്കി തിന്നാൻ കൊടുത്ത് വൈകുന്നേരം ആകുമ്പോ ഇവരെ അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇവരൊക്കെ കിടക്കും. ഇവരെല്ലാവരും ഉറങ്ങിയോന്ന് ഉറപ്പ് വരുത്തി വാതിൽ അടച്ച് പട്ടീനെ പുറത്തഴിച്ച് വിട്ടിട്ടാണ് ഗൈസ് ഞാൻ ഉറങ്ങുന്നത്. തൊട്ടിനാട്ടിനോട് കാരണം ഇവര് വലുതാണല്ലോ. ഇവരിങ്ങനെ പലതും പറയും, അത് നിങ്ങൾ വിശ്വസിക്കാമെന്നില്ല. അതിന് ശേഷം ഞാൻ എന്നിട്ടാണ് ഗൈസ് ഉറങ്ങാറ്. 9 മണി 9:30 എന്നുള്ളൊരു നേരം ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയിരിക്കും ഗൈസ്. ഇവിടെ എല്ലാവരും ഉറങ്ങിയിരിക്കും. അതിനുശേഷം രാവിലെ കൃത്യം 5 മണിക്ക് വീണ്ടും ഇരിക്കും. അതിന്റെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ഞാൻ വീട്ടിൽ വീണ്ടും 4 മണിക്ക് ഇരിക്കും. ഫോണിലിങ്ങനെ അലറാണ് ഗൈസ്. എന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ കാണാം ക്ലോക്ക് ഫുൾ 5 മണി 4 മണി 5 മണി 4 മണിയാണ് ഗൈസ്. അലറടിക്കും എണീക്കണം. ഇല്ല, എന്റെ ഫോൺ ഞാൻ കാണിച്ചാണ് ഗൈസ്. 4:5 ആണ്. അത് ഫോൺ അവിടെ ആയതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കാൻ എനിക്ക് നടക്കാൻ വയ്യ. കാരണം ഞാൻ രാവിലെ തൊട്ട് പണി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് എനിക്ക് ഫോണുടെ നാട്ടിലത്തെ ബംഗാളി ബാബു ആർക്കെങ്കിലും വേണോ? ഞങ്ങളുടെ നാട്ടിൽ എന്റെ വീട്ടിലത്തെ പിന്നെ വീട്ടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാരോടായാലും ബന്ധുക്കളോടായാലും ഒരു അക്ഷരം തിരിച്ചു പറയാം. എല്ലാവരും ചൊറിയും ഗൈസ്. പക്ഷെ ഞാൻ ഒന്നും തിരിച്ചു പറയാറില്ല. ഇല്ലില്ല, ഒരാള് ഈ നാട്ടില് ആറ്റൂര് നഗരത്തിൽ ചോദിച്ചു നോക്കുക ഈ അക്ഷരെ പറ്റി അവര് നല്ലത് മാത്രമേ പറയുള്ളൂ. പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരോട് ചോദിച്ചാൽ അറിയാം എന്റെ എത്ര നല്ല സ്വഭാവമാണെന്ന്. അവരെന്നോട് എന്ത് പറഞ്ഞാൽ ഒരു അക്ഷരം പോലും തിരിച്ചു വരാം. ഒരു മാസം ഒരു വർഷം ഒരു മാസം ഒരു ദിവസം പോലും മൂത്തതാണെങ്കിൽ ഞാൻ അവരോട് അത്ര റെസ്പെക്ടോടെ എനിക്ക് വർത്താനം പറയാറ്. പിന്നെന്താ അങ്ങനെയാണെങ്കിൽ ദൈവമേ ആൾക്കാർ എന്നെ പറയുന്നുണ്ടാവും. ഇല്ലില്ല, അപ്പൊ അറിയണ്ടാവും. കാരണം ആ കുട്ടിയുടെ സ്വഭാവം എത്ര നല്ലത്, ഇത്ര ക്ലിയർ ആയിട്ട് ആ കുട്ടീനെ വളർത്തിയേക്ക് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ പറയുന്നുണ്ടാവും കാഴ്ചയില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ വർത്താനം കേട്ടാൽ തന്നെ മനസ്സിലാകാൻ എന്തോരം പാവാണ്, എന്റെ നാക്ക് എന്തോരം കുറച്ചാണ്. ഞാന് എനിക്കിങ്ങനെ ഒന്നും ഉണ്ടാക്കി പറയാൻ അറിയില്ല കഴിച്ചു. കാരണം ഞാൻ അതൊക്കെ എല്ലാവരും ഉള്ളിൽ തന്നെയാണ് കഴിച്ചു. അതുകൊണ്ട് എനിക്ക് ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി പറയാൻ അറിയില്ല. പിന്നെന്താ ഇങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം. രാവിലെ 4 മണിക്ക് എണീക്കുന്നു, വൈകുന്നേരം 9 മണിക്ക് ഉറങ്ങുന്നു. ഇതാണ് എന്റെ ജീവിതം. ഇവരൊന്നും പണിയെടുക്കില്ല, ഞാൻ മാത്രമാണ് ഈ വീട്ടില് പണിയെടുക്കുള്ളൂ. പണ്ട് വയ്യാതെ അവന്റെ കുട്ടി വയ്യാതെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലും എന്നെ പോയൊരു മകളുണ്ടെങ്കിൽ അവരുടെ പെയിൻ മനസ്സിലാക്കും. ഇല്ലാത്തവര് രക്ഷപ്പെട്ടു. ഇല്ലാത്തവർ രക്ഷപ്പെടില്ല. ഇല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയില്ല. എന്നെ പോലെ ഒരു മകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ്. എല്ലാ പണിയും ചെയ്യും. വള്ളിക്കെട്ട് ഞാൻ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഒരു വള്ളി പോലെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടില്ല. എവിടെ കൂടെയെങ്കിലും പോണ വള്ളി പിടിച്ചോണ്ട് എന്റെ തലയിൽ വെച്ചേരും. അതാണ് സംഭവം. ബംഗാളി ബാബു വേണോ? ബംഗാളി ബാബുവിനെ ഫുള്ള് വഴി ഞാൻ വള്ളി പിടിക്കാറില്ല ഗൈസ്. എവിടെ എന്തുണ്ടെങ്കിൽ ഞാൻ ആരോടും തറന്നല്ല പറയാറില്ല, ആരോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറില്ല. ദൈവമേ പുറത്തേക്ക് പോയി വരുന്നവരെ പേടിയാ. ദൈവമേ വല്ലവരുടെയും അടിച്ചിട്ട് വരുമെന്നാ പേടി എനിക്ക്. ഞാൻ മുതിർന്നവര് നേരെ എന്റെ ചേച്ചി എന്നൊക്കെ 3 വയസ്സ് മൂത്താണ്. അവളുടെ നേരെ പോലെ ഞാൻ കൈ പൊക്കിയിട്ടില്ല. അവളുടെ നേരെ പോലെ ഞാൻ കൈ പൊക്കിയിട്ടില്ല. പേടിയാ. അല്ലല്ലേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ തൊട്ട് എണീക്കുന്നു, 4 മണിക്ക് എണീക്കുന്നു, പണിയുന്നു, വൈകുന്നേരം 9 മണിക്ക് കിടക്കുന്നു. പിന്നെയും 9 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയിരിക്കും ഗൈസ്. പിന്നെ രാവിലെ എണീറ്റ് വീണ്ടും പണിയുന്നു, വീണ്ടും കിടക്കുന്നു, വീണ്ടും പണിയുന്നു, വീണ്ടും കിടക്കുന്നു. ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങാണ് ഗൈസ്. എന്റെ പെയിൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്ന് എടുക്കുന്നപ്പോ നിങ്ങളുടെ സ്വന്തം
വിശ്വസിക്കണം ഗൈസ്. ഇതൊക്കെ നഗ്നമായ സത്യമാണ് ഗൈസ്. ഇതൊക്കെ നഗ്നമായ സത്യമാണ് ഗൈസ്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റും. അപ്പൊ ബൈ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.